സാർ, ഈ ലോണുകളുടെ കാര്യത്തിൽ വരുമ്പം അതിൻ്റെ ഈ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ റീഷെഡ്യൂളിങ് ചെയ്യുന്ന ആ ഒരു കാലാവധി അതുകൊണ്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഈ റീസ്ട്രക്ചറിങ് റീഷെഡ്യൂളിങ് ഈ ഇടയ്ക്ക് ഈ കോവിഡിൻ്റെ സമയത്ത് കുറേ നടന്നു. ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടിരുന്ന അവസ്ഥയിൽ ബാങ്കുകൾ ഫോണിലൂടെ പോലും സമ്മതം ചോദിച്ചുകൊണ്ട് ഇന്ന 1 നിക്ക് 2 നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. കാര്യം ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇപ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ശമ്പളം കുറച്ച് സാമ്പത്തിക ഇതായിരുന്നു, കുറച്ച് പാർട്ടാണ് കിട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് RBI തന്നെ ഇത് ചെയ്തിരുന്നു. റീസ്ട്രക്ചർ അല്ലെങ്കിൽ റീഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധി നീട്ടിക്കൊടുക്കുക, EMI മാറ്റുക. റീസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ലോൺ കംപ്ലീറ്റ് ഇത് ചെയ്തിട്ട് അപ്പോഴുള്ള ബാലൻസ് എന്താണോ അതിൽ നിന്ന് കാലാവധി ഫിക്സ് ചെയ്യും ഇവരുടെ ഇത് നോക്കിയിട്ട്. അതാണ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അതിലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങേക്ക് 5 ലക്ഷം ലോൺ ഉണ്ടെന്ന് വെച്ചു, 1 ലക്ഷം രൂപ അതിൽ കുടിശ്ശികയാണെന്ന് വെച്ചു. ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരു 10 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റില്ല, 10,000 രൂപയാണ്. അപ്പോൾ ഈ 1 ലക്ഷം രൂപയ്ക്കും ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് വരും. മനസ്സിലായോ? ഇത് അപ്പോൾ അടുത്ത മാസത്തെ EMI കൂടി ഇത് വരും, ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് വരും. അത് NPA ആകും, അതൊക്കെ വേറെ വിഷയമായിരിക്കട്ടെ. അപ്പോൾ ഇത് റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ അങ്ങയുടെ ലോണിൻ്റെ ബാലൻസ് എത്രയാണോ അതൊരു പുതിയ ലോൺ പോലെയാവും. എന്നിട്ട് അതുമേൽ EMI ഫിക്സ് ആകും, കാലാവധി പുതിയ EMI ഫിക്സ് ആകും, പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആകും. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ വളരെ ന്യായമായിട്ട് ഫ്ലെക്സിബിളായിട്ട് ചിലർക്ക് നേരത്തെ കൊടുത്തിരുന്ന ഇൻട്രസ്റ്റിൻ്റെ ഒപ്പോ അതിൽ കുറവോ അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസത്തിലൊക്കെ റീസ്ട്രക്ചർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാര്യം കുറച്ചൊരു സാമ്പത്തിക ഒരു ആശ്വാസം കിട്ടും. നമ്മൾ ഇനി ഇതുമേൽ കൊടുത്താൽ മതി, ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് വരുന്നില്ല. ഒറ്റ കാര്യം എന്ന് വെച്ചാൽ കൊടുക്കേണ്ട തുക ചിലപ്പോൾ മുതലായിരുന്നു, പലിശയായിരുന്നു. എപ്പോഴും ബാങ്കുകളുടെ പലിശ എല്ലാ മാസവും പലിശ ഇടുമ്പോൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ആണെങ്കിൽ 6 മാസം 1 വർഷം അത് മുതലിൻ്റെ കൂടെ ചേരും. അത് സാധാരണ സാമ്പത്തികത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു ഇതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇതിൽ പേഴ്സണൽ എൻ്റെ തന്നെ ഒരു കൂട്ടുകാരൻ ചോദിച്ചൊരു കാര്യമുണ്ട്. 20-21 വർഷത്തേക്ക് ഹൗസിംഗ് ലോൺ എടുത്തു, 10,000 രൂപ വെച്ച്. കറക്റ്റ് ഒരു നാഷണലൈസ് ബാങ്കാണ്, മിസ്റ്റർ പ്രകാശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്ത് പോലും ഞാൻ അടച്ചിരുന്നു. അദ്ദേഹം പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന അടച്ചിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് 21 വർഷം കൊണ്ട് തീരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് കോവിഡിന് മുമ്പ് ലോൺ എടുത്ത ആൾക്കാരെല്ലാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഈ കോവിഡിൻ്റെ സമയത്ത് ആർക്കും ഡ്യൂ നോട്ടീസ് വിടരുത്, ആരുടെ അടുത്തൊന്നും പിഴപ്പലിശ വരരുത്. കാര്യം പിഴപ്പലിശ വരരുതെന്നൊക്കെ റിസർവ് ബാങ്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ പലരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല, ഫോൺ വിളിച്ചാൽ കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് എന്താണെന്ന് വെച്ചാൽ ലോൺ NPA ആവും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ബാങ്കുകൾ ചിലപ്പോൾ വിളിച്ചു ചോദിച്ച് കാണും. ചില ബാങ്കുകൾ ഇങ്ങനത്തെ ഒരു മൊബൈലിലൂടെ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് റീഷെഡ്യൂൾ ഓട്ടോമാറ്റിക് നടന്നിട്ടുണ്ട് പല ബാങ്കുകളിൽ. അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് അന്നത്തെ കറക്റ്റായിട്ട് EMI ഉണ്ടോ, EMI കാലാവധി കൂടിയിട്ടുണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ. ഇങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ മിക്കതും കൂടിയിട്ടില്ല, ചിലപ്പോൾ 0.25 വ്യത്യാസം വന്ന് കാണും. അത് ഇൻട്രസ്റ്റ് സാധാരണ കൂടുന്നതനുസരിച്ച്, ഓരോ വർഷത്തിലും മാറുന്നതനുസരിച്ച്. അപ്പോൾ എല്ലാവരും എപ്പോഴും ലോൺ എടുത്തു കഴിഞ്ഞാൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ വർഷവും ലോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഓരോ സാമ്പത്തിക വർഷമാണെങ്കിൽ അല്ലെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെ നമ്മളൊരു പീരീഡ് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ബാങ്ക് തരും. മൊബൈൽ ബാങ്കിങ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യുക, അതിൽ നോക്കുക എന്തൊക്കെയാണ് എടുത്തിരിക്കണമെന്ന് നോക്കുക. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് കാണും. അതെല്ലാവരും എല്ലാ വർഷവും വിലയിരുത്തുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളിൽ ഒരു കസ്റ്റമർ എത്തുമ്പോഴാണ് ഇപ്പോൾ ഒരു ഡാറ്റ എൻട്രി നടക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇത് നമ്മുടെ ലെഡ്ജർ കംപ്ലീറ്റ് കാണുമായിരുന്നു. ഒരു കസ്റ്റമർ വരുമ്പോൾ മാത്രമേ ഒരു കൈകാര്യം ചെയ്യുന്ന ആ ഓഫീസർ അല്ലെങ്കിൽ ക്ലർക്ക് അത് കാണുന്നുള്ളൂ. ബാക്കി എല്ലാം ബാക്ക് ഓഫീസിലാണ് ഇത് നടക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. പണ്ട് ക്ലർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ എൻട്രി മാത്രമാണ് ചെയ്യുന്നത്. ഓഫീസേഴ്സ് ആണെങ്കിൽ അത് ഒരാൾ ചെയ്യുന്നത് ഓതറൈസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുക. അത് എടുത്ത് നോക്കിയിട്ട് പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ബാങ്കുകളിൽ ചോദിക്കുക. അപ്പോൾ റീസ്ട്രക്ചറിങ് റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞത് ഈ കോവിഡിൻ്റെ സമയത്ത് പലരും സ്ഥിര വരുമാനം ഇതില്ലാത്ത സമയത്ത് എല്ലാ ലോണുകളിലും നടന്നിട്ടുണ്ട്. കാര്യം ആ സമയത്ത് ഒരെണ്ണം പോലും NPA ആകരുതെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ചിരുന്നു. കാര്യം സാമ്പത്തികം അത്ര ഒരു പ്രശ്നമായിരുന്നു ആൾക്കാർക്ക് പോകാനായിട്ട്. ആ സമയത്തും എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോയിരുന്നത് ബാങ്കുകാരാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ചിലവ് എല്ലാ ലോണുകളിലും റീസ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട്. കാര്യം സാമ്പത്തിക വരുമാനത്തെ ബാധിച്ചല്ലോ. ചിലർ കൃത്യമായിട്ട് അടയ്ക്കണ ചെയ്ത് കാണുകയില്ല, ചിലത് ചെയ്ത് കാണുകയില്ല, ചിലത് ചെയ്തിരിക്കാം.
അപ്പോൾ അത് ഓരോരുത്തരുടെ അക്കൗണ്ട് വെച്ച് നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഉണ്ട് ഈ റീസ്ട്രക്ചർ. ഒരാൾ ലോൺ എടുത്ത് അയാളുടെ വരുമാനം ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറി, വരുമാനം കൂടുകയോ കുറയുകയോ ചെയ്തു എന്ന് വെച്ചോ. ഇപ്പോൾ ഞാൻ 10,000 രൂപ വെച്ച് അടയ്ക്കുകയാണ്, എനിക്ക് 15,000 രൂപ വെച്ച് അടയ്ക്കാം. അത് റീസ്ട്രക്ചർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ 10,000 വെച്ച് അടച്ചിരുന്നു, എനിക്ക് 9,000 അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ അത് വെച്ച് ബാങ്കുകളിൽ അപേക്ഷ കൊടുത്ത് ഒരു പക്ഷേ ബാങ്ക് മാനേജർക്ക് തീരുമാനിക്കാം, ചിലപ്പോൾ മുകളിലത്തെ ഓഫീസിൽ നിന്ന് വേണം പെർമിഷൻ വരാനായിട്ട്. അത് കൊടുത്തിട്ട് ഇത് റീസ്ട്രക്ചർ ചെയ്യും. മനസ്സിലായി? അപ്പം എപ്പോഴും നമ്മൾക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന സാവകാശം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തുക. ഇപ്പോൾ ഹൗസിംഗ് ലോൺ എടുത്തു, 24 മാസം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കാമെന്നാണ്. വീട് പണി തീർന്നില്ല, ചിലപ്പോൾ അവശ്യ വസ്തുക്കൾ കിട്ടാത്തതാണ്, പണിക്കാരെ കിട്ടാത്തതാണ്. ആ സമയത്ത് ബാങ്കുകളിൽ ചെന്നിട്ട് ഇതിലെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട് പണി തീർന്നിട്ടില്ല, ഇത് നീട്ടാൻ പറ്റുമോ എന്ന് ഓരോ ബാങ്കിൻ്റെ ഇതാണ്. അതുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, അത് നിങ്ങൾ നോക്കണം. ബാങ്കിൻ്റെ സ്കീം ഉണ്ടാകണം. ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് പോളിസി, ക്രെഡിറ്റ് മോണിറ്ററിംഗ് എന്നൊക്കെ പറയുന്നത്. അതനുസരിച്ച് ബാങ്ക് ചെയ്യുന്ന മാനേജരോട് അവരോട് എന്ന് പറഞ്ഞാൽ വൈകിട്ട് കസ്റ്റമറൊന്നും ഇല്ലാത്ത സമയത്ത് പോയിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. മനസ്സിലായി? അങ്ങനെ അതാണ് റീസ്ട്രക്ചറിങ്, റീഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തേണ്ട. അത് ഏത് സമയത്തും ബാങ്ക്, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഏത് സമയത്തും ബാങ്കുകളിൽ ആ റീസ്ട്രക്ചറിങ്, റീഷെഡ്യൂളിങ് ബ്രാഞ്ചിന് പവർ ഇല്ലെങ്കിലും ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ഓഫീസിൽ നിന്നെങ്കിലും പെർമിഷൻ വാങ്ങിച്ച് ചെയ്യാനുള്ള ചാൻസ് 60 തൊട്ട് 75% വരെയുണ്ട്. 100% ഒന്നും പറയുന്നില്ല. ഞാൻ സംശയിക്കട്ടെ, ഇപ്പം അഗ്രികൾച്ചർ ലോൺ തന്നെ നമ്മൾ എടുക്കുന്നു, അതിന്റെ അന്നത്തെ പലിശ എന്ന് പറയുന്നത് 10%. ഒരു വർഷത്തിന് ശേഷം അത് 9% കുറയുകയാണെങ്കിൽ നമുക്ക് റീഷെഡ്യൂളിംഗ് ചെയ്യുമ്പോൾ അതുകൊണ്ട് റീഷെഡ്യൂളിംഗ് അത് ചെയ്യണമെന്നില്ല. പലിശ കുറഞ്ഞല്ലോ, സാമ്പത്തിക ബാധ്യത കൂടുന്നില്ലല്ലോ. സാമ്പത്തിക ബാധ്യത കൂടും, നമുക്ക് 10% തന്നെ ആയിരിക്കുമോ? ഇല്ലില്ല, കുറയും. വായ്പയുടെ ഇതിൽ കൂടുതൽ കുറവ് വരും. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മാത്രമാണ് അതേ പലിശ കിട്ടുന്നത്. ഇത് വായ്പയുടെ ഇതിൽ ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം. എങ്കിലും മാക്സിമം കൂടിയാൽ 1% കുറവ് കൂടുള്ളൂ, കുറഞ്ഞാലും അതുപോലെ തന്നെ കുറയുള്ളൂ. അത് ഈ ഗവൺമെൻറ് ഈ ഓരോ 6 മാസം 3 മാസം റിസർവ് ബാങ്കിൻ്റെ നയസമിതി കൂടി എന്നൊക്കെ പറഞ്ഞ് പേപ്പറെ വരികയല്ലേ, ബാങ്ക് ഇത് ഇത്ര കൂട്ടി ഇത്ര കുറച്ചു എന്നൊക്കെ പറയും. അത് എല്ലാ ബാങ്കുകളും, ചില ബാങ്കുകൾ ഓക്കെ നമ്മുടെ സാമ്പത്തിക ഇതാണ് ഇതുപോലെ പോട്ടെ എന്ന് തീരുമാനിക്കാം. അത് ഇൻഡിവിജ്വൽ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡിനെ തീരുമാനിക്കാം. ചില സമയത്ത് അവർ റിസർവ് ബാങ്കിൻ്റെ ഇതനുസരിച്ച് കൂടുതലും കുറവുകളും വരുത്തും. പക്ഷേ കൃഷി ലോണിൽ അത്ര അത് ബാധിക്കാറില്ല. കാര്യം കാർഷിക ലോണിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്, കാർഷിക ലോണും മുദ്രാ വായ്പകൾക്കും അതിൻ്റേതായ പ്രാധാന്യം കൊണ്ട് പെട്ടെന്ന് മാറ്റങ്ങൾ വരികയില്ല. പക്ഷേ ഹൗസിംഗ് ലോണ്, പേഴ്സണൽ ലോണ്, വെഹിക്കിൾ ലോണുകളിലൊക്കെ ഈ മാറ്റങ്ങൾ വരാം. വ്യക്തിഗത വായ്പകളിലൊക്കെ വ്യത്യാസം വരുന്നു, പേപ്പറിൽ വായിക്കുന്നില്ല, ഇതുകൊണ്ടാണ്. പക്ഷേ മുൻഗണനാ വായ്പകളിൽ അത്ര വലിയ വ്യത്യാസം വരികയില്ല. അഗ്രികൾച്ചർ ഈ മുദ്രാ വായ്പകളിലൊക്കെ അത്ര വ്യത്യാസം വരും. ഈ മുദ്രാ വായ്പകളെന്നൊക്കെ പറഞ്ഞതും ഇതും ഇതുപോലെ തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, ബിസിനസ്സിൽ ഇതെന്താകുന്ന ബാങ്കുകളിൽ പോയി സംസാരിച്ച് അതിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ രേഖകൾ ചോദിക്കും, ലേറ്റസ്റ്റ് ലൈസൻസ് അത് ഇതൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന സാവകാശം ആവശ്യമെങ്കിൽ വാങ്ങുക. ബാങ്ക് എപ്പോഴും ഉത്തമമായ ഒരു സാമ്പത്തിക പങ്കാളിയാണ്, അത് മനസ്സിലാക്കുക.